yes, Savinya Miss here. അപ്പോൾ ക്ലാസ് 7ലെ ബേസിക് സയൻസിന്റെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഷുവർ ആണ് നിങ്ങൾക്ക് എന്തായാലും ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണാൻ പറ്റും. ഇനി ഈ ഒരു നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നമ്മൾ ഓണം എക്സാമിന് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡ് ലിങ്ക്, അതായത് 4 നോട്ട്സ് അല്ലെങ്കിൽ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ടാകും. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻഡ് എന്ന് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, മിസ് അയച്ചുതരാം. യെസ്, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഏതാണെന്നല്ലേ? യെസ്, നമ്മളെ ക്വസ്റ്റ്യൻ ആണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ 2 തൈകളാണ് ഇവിടെ എടുക്കുക അല്ലെ. 2 പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും എന്താ, ഒരേ വർഗത്തിൽപ്പെട്ടവയായിരിക്കണം, സെയിം സ്പീഷീസ് ആയിരിക്കണം. അതായത് മാവാണെങ്കിൽ നമ്മൾ മാവ് തന്നെ എടുക്കണം അല്ലെ. ഇനിയിപ്പോ എന്താ, ഒരു ചെമ്പരത്തി, ഒരു ഹിബിസ്കസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹിബിസ്കസ് തന്നെ എന്ത് ചെയ്യണം, മറ്റൊരു ചെടിയായിട്ട് എടുക്കണം. അതായത് സെയിം സ്പീഷീസ് ആയിരിക്കണം, ബട്ട് എന്ത് വേണം, ഡിഫറെന്റ് ക്വാളിറ്റീസ് വേണം, അതായത് വ്യത്യസ്ത ഗുണങ്ങൾ വേണം. ഇതിപ്പോ മാവിന്റെ കാര്യമാണെങ്കിൽ ഒന്ന് നല്ല മാങ്ങ, അതായത് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇതിപ്പോ കൂടുതൽ കാലം നിൽക്കില്ലെങ്കിൽ ഇപ്പുറത്ത് എന്ത് വേണം, പുളിപ്പുള്ള മാങ്ങയായാലും കുഴപ്പമില്ല, കൂടുതൽ കാലം നിൽക്കുന്ന ഒരു ഗുണം അതിന് വേണം. അതായത് സെയിം സ്പീഷീസ് ആയിരിക്കണം, അതായത് ഒരേ വർഗത്തിൽപ്പെട്ടിരിക്കണം, ബട്ട് ഡിഫറെന്റ് ക്വാളിറ്റീസ് ആയിരിക്കണം, അതായത് വ്യത്യസ്ത ക്വാളിറ്റി ആയിരിക്കണം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ, അതായത് മക്കളെ, യെസ്, അതായത് ഡിഫറെന്റ് ക്വാളിറ്റി അതുപോലെ സെയിം സ്പീഷീസും. ഇത് രണ്ടും നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും, ഇത് തെറ്റിച്ച് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരേ വർഗമായിരിക്കണം, ബട്ട് വ്യത്യസ്ത ഗുണങ്ങൾ വേണം. ഇതാണ് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഹൈബ്രിഡൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, വർഗ്ഗസങ്കരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് സീഡ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് സങ്കരയിനം വിത്തുകളാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളോട് എന്തായാലും ചോദിച്ചിരിക്കും, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മുളക് അഥവാ ചില്ലിയാണ്. ചില്ലിന്റെ എന്താ, സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ് ആണ് ഉജ്ജ്വല, ജ്വാലാമുഖി. അടുത്ത പയറ്, പീന്റെ സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ എന്താണ്, ഹൈബ്രിഡ് സീഡ്സ് ആണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി അല്ലെ. പിന്നെ നെല്ല്, അതായത് പാഡി അല്ലെ, നെല്ലിന്റെ ഹൈബ്രിഡ് സീഡ്സ് എന്താണ്, പവിത്ര, അന്നപൂർണ. അത് കഴിഞ്ഞാൽ തെങ്ങിന്റെ എന്താ ഹൈബ്രിഡ് സീഡ്സ് അല്ലെങ്കിൽ കോക്കോനട്ടിന്റെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ദെൻ വെണ്ടേന്റെ ഹൈബ്രിഡ് സീഡ്സ് എന്തൊക്കെയാ, സൽകീർത്തി, കിരൺ. ഓക്കെ, ഇത് പഠിക്കാനുള്ള ഒരു കോഡും കൂടി മിസ് പറഞ്ഞുതരാം. മുളക് അല്ലെ, മുളക് കടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും തീ ജ്വാല പോലെ നമ്മൾ നാവിങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ മുളകിന്റെ സങ്കരയിനം വിത്തുകളിൽ എന്തായാലും ജ്വാല എന്നുള്ളൊരു വാക്കുണ്ടാവും എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ പയറാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മിക്കാം, പയർ പോലത്തെ ജ്യോതികക്ക് എന്തൊരു ഭാഗ്യമാണ്, പയറ് പോലത്തെ ജ്യോതികക്ക് എന്തൊരു ഭാഗ്യമാണ്. മിസ്സിന്റെ കൂടെ പറഞ്ഞു പഠിച്ചോ. അടുത്തത് നെല്ലാണെങ്കിൽ, പാഡി ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, പവിത്രന്റെ അന്നം നെല്ലാണ്, പവിത്രന്റെ അന്നം നെല്ലാണ്, പവിത്ര, അന്നപൂർണ, നെല്ല് അഥവാ പാഡി. അങ്ങനെ നാലാമത്തെ തെങ്ങ് അല്ലെങ്കിൽ കോക്കോനട്ട്, തെങ്ങിൽ കയറുന്നത് ചന്ദ്രേട്ടനാണ് എന്ന് ആലോചിക്കട്ടോ. ചന്ദ്രൻ, ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ചന്ദ്ര എന്ന് തുടങ്ങുന്ന വേർഡ്സ് ഒക്കെ എന്തായിരിക്കും, തെങ്ങിന്റെ സങ്കരയിനം വിത്തുകളായിരിക്കും. ഇനി അടുത്ത വെണ്ട അല്ലെങ്കിൽ നമുക്ക് ലേഡീസ് ഫിംഗർ ഒന്ന് ആലോചിച്ചോ. സൽകീർത്തിയായ കിരണിനെ നമുക്ക് വേണ്ട, സൽകീർത്തിയായ കിരണിനെ നമുക്ക് വേണ്ട. ഈ കോഡ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു, സെയിം സ്പീഷീസ് ആയിരിക്കണം, ഡിഫറെന്റ് ക്വാളിറ്റീസ് ആയിരിക്കണം, സെയിം വർഗമായിരിക്കണം, ബട്ട് വ്യത്യസ്ത ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുന്ന വിത്തുകൾക്കാണ് സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയാ. പിന്നെ നമ്മൾ പഠിച്ചത് ഏതൊക്കെ ഹൈബ്രിഡ് സീഡ്സ് ആണ് എന്നുള്ളതാണ്. കോഡ് ഓർമ്മിച്ച് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി. ഈ ഒറ്റ
ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾ എക്സലന്റ് ആയിട്ട് പഠിച്ചു, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മൊത്തം നിങ്ങൾ എഴുതും എന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ മിസ് അടുത്ത പ്രഡിക്ഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ മക്കളെ, അടിപൊളിയായിട്ട് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഫാസ്റ്റ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഡിസംബർ 31 കൂടി നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. ദെൻ ജനുവരി ഫെബ്രുവരി നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും, റിവിഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഓരോ ചാപ്റ്ററിനും റെക്കോർഡഡ് വീഡിയോസ്, അതുപോലെ ഓരോ വീഡിയോസിന് താഴെ ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ഒരു ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും നിങ്ങൾക്ക്, അന്ന് തന്നെ നമുക്ക് ലൈവ് ഉണ്ടാവും, സൂം ലൈവുകൾ ഉണ്ടാവും, മിസ്സും എന്താ സ്റ്റുഡൻസുമായിട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും ആയിട്ട്. അതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ടാകും, ഓരോ മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, ഓരോ കുട്ടിക്കും ഓരോ മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിളും ഇവിടെ അവൈലബിൾ ആണ്. ഓരോ കുട്ടിക്കും എന്താണ്, എല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരേ ടൈം ടേബിൾ വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാകും, ഓരോ ടൈം ടേബിളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഡിസംബർ 31 കൂടി റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവിഷനിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ നിങ്ങൾ ആലോചിക്കണം, ഓരോ ചാപ്റ്ററും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു സബ്ജക്ട്, ഇപ്പൊ ബേസിക് സയൻസ് ആണെങ്കിൽ 2 ചാപ്റ്റർ പഠിച്ചു, ഇനിയിപ്പോ മാത്സ് ആണെങ്കിൽ 4 ചാപ്റ്റർ പഠിച്ചു, സോഷ്യൽ ആണെങ്കിൽ 5 ചാപ്റ്റർ പഠിച്ചു, മലയാളം ആണെങ്കിൽ 6 ചാപ്റ്റർ പഠിച്ചു. എത്ര ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഒരു മാസം പഠിക്കുന്നത്, അതിൽ മന്ത്ലി ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ കുറെ എക്സാംസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്കൂളിലുള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഓണം എക്സാമിന് നമ്മൾ കൂടെ ഉണ്ടായ മക്കൾക്ക് അറിയാം നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, ഓണം എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ, അതായത് മോഡൽ എക്സാം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന്റെ മോഡൽ ഉണ്ടാകും, അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന്റെ മോഡൽ ഉണ്ടാകും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തും കൂടി ഉണ്ടാവും, മാത്സ് പ്ലസ് ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ഫ്രീ ആയിട്ടുണ്ടാകും. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് USS ക്ലാസ്സും കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ, വേഗം തന്നെ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യുക. വെറും 2499 ആണ് നമ്മളെ യെസ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ പേര്, ക്ലാസ്, നിങ്ങളെ മീഡിയം കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. മിസ് ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ മക്കളെ, ഇത് എക്സാം സ്റ്റാർട്ട് ചെയ്തു അല്ലേ, ഇനിയിപ്പോ 2-3 ദിവസം കൊണ്ട് എന്തായിക്കോളും, ഈ പ്രൈസ് കൂടും. അതായത് പണ്ടത്തെ പ്രൈസിലേക്ക് മാറും. അപ്പൊ പണ്ടത്തെ പ്രൈസിലേക്ക് മാറുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടാൽ മതി. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ, ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ തന്നെ എപ്പോഴാണോ ഫില്ല് ചെയ്യുന്നത് ആ ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൈസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഹൈബ്രിഡ് സീഡ്സിനെ പറ്റിയിട്ടാണ്, സങ്കര ഇനം വിത്തുകളെ പറ്റിയിട്ടാണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്തോ, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് വന്ന് പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ പഠിച്ച് സെറ്റ് ആയവർക്ക് എന്ത് ചെയ്യാം, യെസ് കമന്റ് ബോക്സിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.